പാൻ 2.0 നിലവിൽ പാൻ ഉള്ളവർ പുതിയതെടുക്കണോ? പാൻ നമ്പർ മാറുമോ? എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ഇതാ. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം പുതിയ പാൻ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ഇതേ തുടർന്ന് പല സംശയങ്ങളും ഉയർന്നിരുന്നു. നിലവിൽ പാൻ അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉള്ളവർ പുതിയതിന് അപേക്ഷിക്കണോ? നിലവിലെ പാൻ നമ്പറിൽ മാറ്റം വരുമോ? തുടങ്ങി സംശയങ്ങൾ ധാരാളമുണ്ട്. ഇതിനെല്ലാം മറുപടി പുറത്തിറക്കിയിരിക്കുകയാണ് ധനകാര്യ മന്ത്രാലയം. എന്താണ് പാൻ 2.0 പദ്ധതി? പാൻ, ടാൻ എന്നിവ വിതരണം ചെയ്യുന്ന പ്രക്രിയ ആധുനികവൽക്കരിക്കാനും പോരായ്മകൾ പരിഹരിക്കാനും ലക്ഷ്യമിട്ട് നികുതി വകുപ്പ് അവതരിപ്പിച്ചതാണ് പാൻ 2.0 പദ്ധതി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി നികുതി വകുപ്പ് ഉൾപ്പെടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഒരു പൊതു തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കൂടി ലക്ഷ്യമിടുന്നതാണിത്. എന്തു മാറ്റമാണ് പാൻ 2.0 കൊണ്ടുവരിക? നിലവിൽ പല പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് പാൻ അധിഷ്ഠിത സേവനങ്ങൾ നൽകുന്നത്. ഇ ഫയലിംഗ് പോർട്ടൽ, UTIITSL പോർട്ടൽ, പ്രോട്ടീൻ ഇ-ഗവ് പോർട്ടൽ എന്നിവ വഴിയെല്ലാം പാനുമായി ബന്ധപ്പെട്ട സേവനങ്ങളുണ്ട്. പാൻ 2.0 നടപ്പാക്കുന്നതോടെ ഇതെല്ലാം ഒറ്റ സംയോജിത പോർട്ടലിലേക്ക് മാറും. പാനിന് അപേക്ഷിക്കാനും തെറ്റുതിരുത്താനും ആധാർ ബന്ധിപ്പിക്കുന്നതിനും ഓൺലൈൻ പാൻ വാലിഡേഷനുമൊക്കെ ഈ ഒറ്റ പ്ലാറ്റ്ഫോം വഴി സാധിക്കും. കാലതാമസം ഒഴിവാക്കി പരാതികൾ കുറച്ചുകൊണ്ട് ഈ പ്രക്രിയകൾ എളുപ്പത്തിലാക്കാൻ ഇത് സഹായിക്കും. പൂർണ്ണമായും കടലാസ് രഹിതമായിട്ടാണ് പോർട്ടൽ പ്രവർത്തിക്കുക. പണം അടയ്ക്കേണ്ടി വരുമോ? പുതിയ പാൻ അനുവദിക്കുന്നതും നിലവിലുള്ള പാനിൽ തിരുത്തലുകൾ വരുത്തുന്നതും പൂർണ്ണമായും സൗജന്യമായാണ്. അച്ചടിച്ച പാൻ കാർഡ് വേണമെങ്കിൽ 50 രൂപ അടയ്ക്കണം. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ 15 രൂപയും പോസ്റ്റൽ ചാർജും അധികമായി നൽകണം. പാനിന്റെ ഡിജിറ്റൽ പതിപ്പ് അഥവാ ഇ പാൻ മാത്രമാണ് സൗജന്യമായി PDF രൂപത്തിൽ ഇമെയിലിൽ ലഭിക്കുക. നിലവിലെ പാൻ ഉടമകൾ പുതിയ പാനിന് അപേക്ഷിക്കണോ? പാൻ നമ്പർ മാറുമോ? നിലവിൽ പാൻ കാർഡ് ഉള്ളവർ പുതിയതായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. നിലവിലെ പാൻ നമ്പറിൽ മാറ്റം വരില്ല. നിലവിലെ പാനിലെ തെറ്റുതിരുത്താനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കുമോ? പാൻ 2.0 പദ്ധതി ആരംഭിച്ചതിനു ശേഷം നിലവിലെ പാൻ ഉടമകൾക്ക് പേര്, ജനനത്തീയതി, മൊബൈൽ നമ്പർ തുടങ്ങിയവയിൽ തെറ്റുണ്ടെങ്കിലോ മാറ്റമുണ്ടെങ്കിലോ അത് സൗജന്യമായി മാറ്റാം. ഇത് നടപ്പാക്കുന്നതുവരെ ആധാർ അധിഷ്ഠിത ഓൺലൈൻ സംവിധാനം വഴിയും മാറ്റം വരുത്താം. QR കോഡ് പുതിയ പാനിൽ മാത്രമാണോ? 2017-18 മുതലുള്ള എല്ലാ പാൻ കാർഡുകളിലും QR കോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാൻ 2.0ലും തുടരും. QR കോഡില്ലാത്ത പാൻ കാർഡ് കൈവശമുള്ളവർക്ക് പുതിയതിന് ഇപ്പോഴും അപേക്ഷിക്കാൻ അവസരമുണ്ട്. ഒരാൾക്ക് ഒന്നിലേറെ പാൻ ഉണ്ടെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യും? ആദായ നികുതി നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിലധികം പാൻ കൈവശം വയ്ക്കാൻ പാടില്ല. ഇനി അബദ്ധവശാൽ 2 തവണ പാൻ നേടിയിട്ടുള്ളവർ അസസിംഗ് ഓഫീസറെ സമീപിച്ച് അധിക പാൻ ഇല്ലാതാക്കാം. പാൻ 2.0ൽ സാങ്കേതിക വിദ്യ അപ്ഗ്രേഡ് ചെയ്യുന്നതിനാൽ ഒരാൾ ഒന്നിലേറെ പാൻ കൈവശം വയ്ക്കുന്നത് തടയും.